പാറോസ് സ്റ്റോറി ലാലിൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബ്യൂ. എന്താ പറയുക, പോസ്റ്റേഴ്സ് ആണെങ്കിൽ മേക്കിംഗ് അടിപൊളിയാണ്. വി എഫ് എക്സ് 2 സിനിമയ്ക്ക് ബാക്കിയെല്ലാം ടോപ്പ്. വീഡിയോ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫി മരണാശയ സംരക്ഷിക്കുന്നതാണ്. ലാലിൻ്റെ ഡയറക്ഷൻ നല്ല സുഖം. പുതിയൊരു സംരംഭം, ഒരു പക്ക പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ മൂവി, ചെറിയൊരു പോസിറ്റീവ് കഥ. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. ഡ്രോബാക്സ് ആയിട്ട് തോന്നിയത് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം പിന്നെ കൂടുതൽ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് കാരണം നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കുറച്ച് കിട്ടില്ല. ബാക്കി നോക്കുകയാണെങ്കിൽ ഇപ്പം ഫാമിലി ഫ്രണ്ട്സിനായിട്ട് നല്ലൊരു ക്രിസ്മസ് ടൈം 3D മൂവി കാണാൻ പറ്റുന്നതാണ്. TXSിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് റേസിൻ്റെ പടം ഷോഫീസിലാണെങ്കിൽ നോർമൽ തിയേറ്റേഴ്സിൽ സൈഡിൽ രണ്ട് ബാർ കണ്ടായിരുന്നു. സോ അത് വേണ്ടാത്തവർക്ക് TXS ചൂസ് ചെയ്യണം. ബാക്കി തിയേറ്റർ ഒന്ന് എൻജോയ് ചെയ്യാമെങ്കിൽ കൊച്ചു 3D പടം ഉണ്ടാവില്ല. ഒരു വാവ് ഫാക്ടർ എന്താണ് പടത്തിൽ? അതായത് 3D ആർട്ട് വർക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആണോ പടം? 3D വാച്ച് ഒബ്വിയസ്ലി മസ്റ്റ് വാച്ച്. കാരണം ഇത് TV കണ്ടാലോ അല്ലെങ്കിൽ ഫോണിൽ കണ്ടാലോ നമുക്ക് എത്രത്തോളം എന്താണെന്ന് അറിയില്ല. കാണുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ച വളരെ ഹൈപ്പ് പറഞ്ഞ് ഒരു ക്ലാസ് പടം വിചാരിച്ചാൽ അതിനുള്ള പടമുണ്ട്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. സ്റ്റോറി ആയാലും എഫക്ട്സ് ആയാലും ടെക്നിക്സ് ആയാലും എല്ലാം വളരെ മികച്ചതാണ്. ഞാൻ എന്താണോ വിചാരിച്ചത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അത്യാവശ്യം പുള്ളി എന്താണ് ഫുൾ മനസ്സിലുള്ളത് അത് പക്കയായിട്ട് സിനിമയായിട്ട് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഇപ്പോൾ സിനിമയാണ് കണ്ടത് നമുക്ക് മനസ്സിലാവും. വിഷ്വൽസ് ആയാലും എല്ലാം അത് റിച്ചാണ്. പക്ഷെ അത് ബിഗ് ബൈറ്റ് സിനിമ എന്ന ലേബിൾ വന്ന് പറയുന്നതിനേക്കാളും വളരെ മികച്ചതാണ്. ഇപ്പോൾ മരിക്കാറായാലും അല്ലെങ്കിൽ അതുപോലെ കുറേ സിനിമകളുണ്ട്, അതിനേക്കാളും വളരെ മികച്ച സിനിമയാണ്. ഞാൻ ക്രിഞ്ച് സീൻസ് വിചാരിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല. അത് റീസെൻ്റ് മേക്കിംഗാണ്. ഇമോഷൻസ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഫാമിലി കാണാൻ പറ്റുന്ന നല്ലൊരു ഒരു ഫാൻറ്റസി ത്രില്ലറാണോ? അത് ഫാൻറ്റസിയാണ്. അത്യാവശ്യം മാജിക്കൽ എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ മ്യൂസിക് ആയാലും അതൊരു മാജിക്കലായിട്ടൊരു മ്യൂസിക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പടം കാണുമ്പോൾ ഒരു ഹാരി പോട്ടർ ഫീല്, അങ്ങനത്തെ ഒരു ഫീൽ വരും പടം കാണുമ്പോൾ. മാജിക്കാണ്, പിള്ളേർക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ട് കാണാൻ പറ്റും നല്ലൊരു സിനിമ. എന്തായാലും ഇപ്പോൾ മാർക്കോ റൈഫിൾ ഒക്കെ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായിട്ട് ഓടിയെടുക്കുക. അപ്പോൾ അവർക്ക് അതിനോട് മുട്ടാൻ പറ്റുന്ന പടം തന്നെയാണോ അത്? ഇപ്പം എല്ലാവർക്കും വേണ്ടത് ഒരു ആക്ഷൻ അങ്ങനത്തെ പടമാണ്. അതുകൊണ്ട് തന്നെ മിക്കവരും ആ ഒരു പടമായിരിക്കും ചൂസ് ചെയ്യാൻ ചാൻസ്. പക്ഷേ ഈ പടം ക്ലാസ്സാണ്. അത്യാവശ്യം നല്ലൊരു മാജിക് ഫാൻറ്റസി പടമാണ്. ആ ഒരു ജോണറേ അല്ല പടം. ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് പടം വർക്കാവും. തിയേറ്ററിൽ ഹിറ്റ് പ്രതീക്ഷിക്കാവോ നമുക്ക്? ഹിറ്റ് സിനിമയുടെ ബജറ്റ് നല്ല വലുതാണ്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ക്രിട്ടിക്കലി സിനിമ നല്ലതാണ്. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ ആണോ പടം? അതെ, തിയേറ്ററിൽ തന്നെ കാണുന്ന സിനിമ. കാരണം 3Dയിലാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ 3D നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് പടം. തിയേറ്ററിൽ കാണാറുണ്ട്. ആകെ നെഗറ്റീവായി തോന്നിയത് കുറച്ച് വലിച്ചുകേട്ടിലാണ് സിനിമ. അവസാനമാകുമ്പോൾ കുറച്ച് സ്ലോ ആണ്. അത്യാവശ്യം നമുക്ക് ബോറടിക്കും കുറച്ച്. അത് മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം ഓക്കെ. ഇപ്പോൾ ലാലേട്ടനെ കൂടാണ്ട് എല്ലാവരും വിദേശ താരങ്ങളാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. ഇസയായിട്ട് വന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അഭിനയം നന്നായിരുന്നു. ഇപ്പോൾ ഡബ്ബിങ് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. കാരണം സിനിമ കാണുന്നതിന് മുമ്പ് ഒരു ഡബ്ബിങ് പ്രശ്നമാകുമ്പോൾ അവർ ഫോറിനേഴ്സാണ്. അപ്പോൾ ഡബ്ബിങ് എങ്ങനെയാവും എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ഡബ്ബിങ് തന്നെ വളരെ ഡീസൻ്റാണ്. പ്രൊഫഷണൽസ് തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത്. അതും ഒരു ഡബ്ബഡ് മൂവി എന്ന രീതിയിലല്ലാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ട ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഫാൻറ്റസി ത്രില്ലറാണോ പടം? ആ 3D എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു എടുത്തു പറയത്തൊക്കെ ഒരു എലമെൻറ്റ്സ് എന്തായിരുന്നു? എടുത്തു പറയത്തൊക്കെ ഒരു എലമെൻറ്റ്സ് എന്തായിരുന്നു പടത്തിൻ്റെ? അത്യാവശ്യം വിഷ്വൽ എഫക്ട്സ് ഒക്കെ വർക്കൗട്ടായി. പിന്നെ 3Dയിലേക്ക് വന്നത് വർക്കൗട്ടായി. സിനിമാറ്റോഗ്രാഫി എല്ലാം വർക്കൗട്ടായി. എന്തായാലും തിയേറ്ററിൽ ഹിറ്റ് പ്രതീക്ഷിക്കാവോ? തിയേറ്ററിൽ എന്തായാലും ഹിറ്റ് പ്രതീക്ഷിക്കാവോ? വർഷം നമ്മളെ സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിരിപ്പിച്ചിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം സിനിമയാണ്. അദ്ദേഹം ഈ സിനിമ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇത് മാറട്ടെ. എല്ലാവരും ക്രിസ്മസ് ദിനത്തിന് ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം. ഒരിക്കലും ഇതൊരു മാസ സിനിമയല്ല, ഇത് ഫുള്ള് ഫാൻറ്റസി കളർഫുൾ സിനിമയാണ്. ഇത് 3D നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. നമുക്ക് ഒരിക്കലും ബോറടിപ്പിക്കില്ല. പിള്ളേരും കുടുംബമൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ സന്തോഷിക്കാം. അതുപോലെ തന്നെ എൻ്റെ ക്യാമറ വർക്ക്, എഡിറ്റിങ്, മ്യൂസിക് എല്ലാം എടുത്തു പറയേണ്ടതാണ്. കിഡിലെ സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. ഒരിക്കലും നമുക്കൊരു മോശം അഭിപ്രായം സിനിമയ്ക്കില്ല. അടിപൊളിയായിട്ട് ഇതിന് ഹിറ്റാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് ഞാൻ പറയാണ്, ഇത് ആൾക്കാരെ ഞാൻ എടുത്തു പറയാണ്. അശ്വന്ത് കോക്കോ എന്നുണ്ടെങ്കിൽ ചെറുത്താൻ പോലുള്ള ആൾക്കാർ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇത് നല്ല സിനിമയായിരിക്കും. ഒരിക്കലും ഇത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ്.